പണ്ട് പണ്ട് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ മേരി എന്നൊരു യുവതി ജീവിച്ചിരുന്നു. ദാരിദ്ര്യവും പട്ടിണിയും മാത്രമായിരുന്നു അവളുടെ ജീവിതം. ഒരു ദിവസം വിശപ്പ് സഹിക്കാനാവാതെ അയൽവാസിയായ ജോണിയുടെ വീട്ടിൽ വീണ് കിടന്ന ഒരു ചക്കയെടുത്ത് തിന്നു. അത് കണ്ട ജോണി ക്രൂരമായ മേരിയെ ആക്രമിച്ചു. പിന്നീട് അവളെ ഒരു ചാക്കിൽ കെട്ടി ഗ്രാമത്തിലെ കുളത്തിൽ ഉപേക്ഷിച്ചു. ആ ദിവസത്തിന് ശേഷം ആ കുളത്തിനരികിൽ വിചിത്ര സംഭവങ്ങൾ നടന്നു തുടങ്ങി. രാത്രി ഒറ്റയ്ക്ക് പോകുന്നവർക്ക് വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കാണാമെന്ന് ഗ്രാമക്കാർ പറയുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ മേരിയുടെ തട്ടകത്തിൽ, ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ചെലവഴിക്കാൻ പോവാണ്. എന്തായി തീരും എന്നുള്ളതറിയില്ല. ഇതൊരു ചലഞ്ചായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഇന്നത്തെ രാത്രി മുഴുവൻ ഞാനിവിടെ സ്പെൻഡ് ചെയ്യും, മേരിയുടെ ഒപ്പം ഒറ്റയ്ക്ക് ഇവിടെ തന്നെ. അറിയില്ല, ഞാൻ അങ്ങോട്ട് എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആവാൻ പോകുന്നു. ഞാനെന്തായാലും അങ്ങോട്ട് നടക്കുകയാണ്. എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. അവിടെ ഫുൾ കാണണം, എനിക്കൊന്നും കാണാൻ പറ്റണില്ല. ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഒരു ടോർച്ച് ലൈറ്റ് എടുക്കാറുണ്ട്. അതൊക്കെ കടിക്കണം. പറ്റിയോ? ഏകദേശം നമ്മളിപ്പോ ഈ പറഞ്ഞ കുളത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് ആ കുളം. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അമ്മേ, എന്തോ പോലെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു നിഗൂഢത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ ഇരിക്കാൻ പോണ്. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ഫുൾ ചിലവഴിക്കാൻ പോണ്. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. എന്താകുമെന്ന് എനിക്കറിയത്തില്ല. വന്നപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ പോയിട്ടുണ്ട്. കാര്യം ചെറിയ രീതിയിൽ എനിക്കിവിടെ നെഗ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ എന്തായാലും വന്നിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ പണ്ടാരം പട്ടി പേടിപ്പിച്ചു തുടങ്ങി. ഇത് എവിടെ നിന്ന് കയറി വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഓടാ ഗൈസ്. എന്തായാലും ഈ സമയമാകുമ്പോൾ ഇവിടേക്ക് ആരും വരാറില്ല എന്നാണ് പറഞ്ഞത്. ഈ സമയമാകുമ്പോൾ ഇവിടേക്ക് ആരും വരാറില്ല എന്നാണ് കേൾക്കണേ. നാട്ടുകാരങ്ങനെയാണ് പറഞ്ഞേക്കണേ. ഈ സമയം ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ അടുത്ത പ്രദേശത്തെ വീടുകളൊന്നുമില്ല. പക്ഷേ ഈ സമയമാകുമ്പോൾ ഇവിടേക്ക് ആരും വരാറില്ല എന്നാണ്. ഇവിടുത്തെ ഈ സമയമാകുമ്പോൾ ഇവിടെ പല ശബ്ദങ്ങളും കേട്ട് തുടങ്ങും എന്നാണ്. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് സർവൈവ് ചെയ്തു. നാട്ടുകാർ എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചു തുടങ്ങി. ആരാണ് അമ്മേ? ആരാ? അതിൻ്റെ ഫോൺ എവിടെ?